ആപ്കി അദാലത്തിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കൊടുത്ത വാക്ക് നിറവേറ്റിയില്ല എന്നുള്ളതാണ്. അരവിന്ദ് സാർ, അമിത്ഷാ ജനങ്ങളോട് ദിവസം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവൃത്തികൾ വെറും പരസ്യത്തിൽ മാത്രമേ ഉള്ളെന്ന്. സത്യത്തിൽ ഒന്നും തന്നെ ചെയ്തില്ല. 70 വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും അല്ല. ഞാൻ പറഞ്ഞ എല്ലാ വാഗ്ദാനവും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളുകൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു, അതും ഞാൻ ശരിയാക്കി. ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ പകുതി കുറച്ച് തരാമെന്ന് പറഞ്ഞത് ഞാൻ ആക്ച്വലി ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. വെള്ളം 20,000 ലിറ്റർ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞതും ആ വാഗ്ദാനവും ഞാൻ ശരിയാക്കി. പിന്നെ അതിനുശേഷം റോഡ് ഇടുന്നത്, ഡ്രെയിനേജ് സിസ്റ്റം, ഇതുപോലെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഞാൻ നൽകിയോ ഏകദേശം എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇത് 2015 താങ്കളുടെ മാനിഫെസ്റ്റോ ആണ് എന്റെ പക്കലുണ്ട്. ഇതിൽ താങ്കൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 500 പുതിയ സ്കൂളുകൾ നിർമ്മിക്കുമെന്നാണ്. സോ അമിത്ഷാ ചോദിക്കുകയാണ്, ആ പുതിയ സ്കൂൾ എവിടെയാണ്, അഡ്രസ് എവിടെയാണെന്ന്. ഞാൻ അമിത്ഷാനെ നിങ്ങളുടെ പ്രോഗ്രാമിലോട്ട് വരാൻ പറയുവാണ്. അദ്ദേഹം എൻ്റെ ഒപ്പം തന്നെ വരട്ടെ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒപ്പം അദ്ദേഹം വന്നാൽ ഞാൻ സ്കൂൾ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം ശരിക്കും 2 കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് പുതിയ ഒരുപാട് സ്കൂളുകൾ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സ്ഥലത്തിന് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്കൂളിൽ ഒരുപാട് കാലി സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ ഒരുപാട് പുതിയ ബിൽഡിങ്സ് കെട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ ഡൽഹിയിൽ ശരിക്കും 1024 സ്കൂളുകളുണ്ട് മൊത്തം. ഈ 1024 സ്കൂളിൽ മുഴുവനും നോക്കിയാൽ 17,000 റൂംസുകളുണ്ട്. പിന്നെ ഡൽഹിയിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എല്ലാ സ്കൂളിലും ഞാൻ ഏകദേശം ഒരു 22,000 റൂംസ് ആഡ് ചെയ്തിട്ടുമുണ്ട്. 70 വർഷങ്ങളിൽ 17,000 റൂംസ് ആണ് കെട്ടിയത്. ഈ 1000 സ്കൂളുകളിലും ഞങ്ങൾ 22,000 റൂംസ് ആണ് ആഡ് ചെയ്തത്. അതായത് 1000 സ്കൂളിന്റെ കപ്പാസിറ്റി ആണത്. ശരിക്കും അതിനേറ്റ പോലെ പിള്ളേർക്ക് അവിടെ കയറി ഇരുന്ന് പഠിക്കാൻ പറ്റും. ഞാൻ പുതിയ സ്കൂളുകളും കെട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ലാണ്ട് എക്സിസ്റ്റിംഗ് സ്കൂളുകളും ഞങ്ങൾ കപ്പാസിറ്റി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാവായ സുഭാഷ് ചോപ്ര എന്താ പറയുന്നതെന്ന് വെച്ചാൽ 15 വർഷം ഷീല മാഡം മുഖ്യമന്ത്രിയായിരുന്നു. അവര് സ്കൂൾ നിർമ്മിച്ചു. അവര് കെട്ടിയ ബിൽഡിംഗിൽ താങ്കൾ പെയിന്റ് ചെയ്ത് ക്രെഡിറ്റ് നേടിയെടുത്തെന്ന്. അല്ല, അങ്ങനെയല്ല. 17,000 പഴയതുകളുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഡേറ്റ നൽകാം. കഴിഞ്ഞ 5 വർഷത്തിൽ 22,000 കെട്ടി. സോ അപ്പൊ ടോട്ടൽ 17ഉം 22ഉം. താങ്കൾ നിർമ്മിച്ച കാര്യങ്ങളൊക്കെ അമിത്ഷാ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു തെറ്റാണ് ചെയ്തത്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ് എൻ്റെ ഒപ്പം വരും, ഞാൻ സ്കൂൾ കാണിച്ചു തരാമെന്ന്. അദ്ദേഹം എൻ്റെ ഒപ്പം വന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 7 MPമാരെ അയച്ചു. ഈ 7 MPമാരും ഞങ്ങളുടെ 1024 സ്കൂളിനെയും ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, എല്ലാ സ്കൂളും നല്ലതാണ്, പക്ഷേ 8 സ്കൂളിൽ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ആ 8 സ്കൂളിനെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് അവരതിലോട്ട് ഒരു ചെറിയ കളി കളിച്ച്. അതായത് ഒരു ചെറിയ കെട്ടിടം ഉണ്ടെന്ന് നിങ്ങൾ വെച്ചോ, അത് ഡെമോളിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുതിയതായിട്ട് കെട്ടിയേക്കുന്നത്. അപ്പോൾ അത് പുതിയ ബിൽഡിംഗ് ആയി. എല്ലാ ആൾക്കാരും അതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ ബിൽഡിങ്ങിനെ ഡെമോളിഷ് ചെയ്യണം. ഈ പൊട്ടിപ്പോയ ബിൽഡിങ്ങിന്റെ മേത്തോട്ട് ആ ബുൾഡോസർ കയറ്റണ്ടേ. ഇതുപോലെ 8 സ്കൂളിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയി അവർക്ക് കാണിച്ചേക്കുന്നത്. ഇത് ഞാനല്ല പറഞ്ഞത്. പിന്നെ പിറ്റേ ദിവസം ന്യൂസിലുള്ള എല്ലാവരും, മീഡിയയിലുള്ള എല്ലാവരും വന്നത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അത് ഫുള്ള് എല്ലാം ന്യൂസിൽ വന്ന് ഈ വീഡിയോ ഇട്ടു, ഈ വീഡിയോയുടെ സത്യം ഇതാണ്, പിന്നെ ഈ ഇട്ടതിന് ഇതാണ് സത്യം. പക്ഷേ മനോജ് തിവാരി ഒരു വീഡിയോ കാണിച്ചു. അതിൽ സ്റ്റുഡൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ ഇവിടെ ടീച്ചേഴ്സ് ഒന്നും വരുന്നില്ല, 2-3 മണിക്കൂർ മാത്രമേ ക്ലാസ് നടക്കുന്നുള്ളൂ. അതുപോലെയും ചില സ്കൂൾസൊക്കെ കാണും. അവിടെയും ചില ടീച്ചേഴ്സിന്റെ കുറവുകളുണ്ടെന്ന് ഞാൻ സമ്മതിച്ചോളാം. അത്രയും വലിയ സ്കെയിലിൽ ഒരുപാട് റൂമുകൾ കെട്ടിയിട്ടുണ്ടല്ലോ. എനിക്കറിഞ്ഞ 5 തൊട്ട് 6,000 ടീച്ചേഴ്സിന്റെ കുറവുകളുണ്ട് ഇവിടെ. അതും പെട്ടെന്ന് തന്നെ ഞങ്ങൾ മാറ്റിത്തരും. മറ്റൊരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഡൽഹിയിൽ 5,000 പുതിയ ബസ്സുകൾ വരുമെന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ പുതിയ ബസ്സുകൾ വരുന്നതിരിക്കട്ടെ, 1,500 പഴയ ബസ്സുകൾ കുറഞ്ഞല്ലോ. ഇല്ല, അങ്ങനെയല്ല. 5,000 ബസ് വരും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. 3 വർഷത്തിന് മുൻപ് ഞങ്ങൾ ബസ്സൊക്കെ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ആരോ ഒരാൾ ഡൽഹി ഹൈക്കോർട്ടിൽ ചെന്നിട്ട് ഞങ്ങളുടെ വർക്കിന്റെ മേത്ത് സ്റ്റേ ഓർഡറും കൂടെ മേടിച്ച്. പിന്നെ ഏകദേശം ആ സ്റ്റേ ഓർഡർ മാറ്റിയെടുക്കാൻ 2 തൊട്ട് 2.5 വർഷം സമയമെടുത്തു. ഇപ്പം പിന്നെയും ബസ്സൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം 4,000 ബസ്സിനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. നിങ്ങൾ ദിവസം പേപ്പർ നോക്കിയാൽ അറിയാം, 100 തൊട്ട് 150 ബസ് ദിവസം വരുന്നുണ്ട് ഒരു ദിവസം. ഇലക്ഷൻ വരുന്നതുകൊണ്ട് പുതിയ ബസ്സുകളും വരുന്നു. അങ്ങനെയല്ലേ? അല്ല, ഇത് ഒരു കോയിൻസിഡൻസ് ആണ് അല്ലേ? അടുത്തൊരു 3-4 മാസത്തിനിപ്പുറം തന്നെ 4,000 ബസ്സൊക്കെ വന്നേക്കും. താങ്കളുടെ മറ്റൊരു വാഗ്ദാനം, അതിനെക്കുറിച്ച് JP നഡ്ഡ BJPയുടെ പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഡൽഹിയിൽ 20,000 ബെഡ് ഹോസ്പിറ്റലിൽ നൽകാമെന്ന് താങ്കൾ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ 5 വർഷത്തിൽ 200 ബെഡ് കുറയുകയാണ് ചെയ്തത്. ഇല്ല, ആക്ച്വലി അദ്ദേഹം തെറ്റാ പറഞ്ഞു. അദ്ദേഹം എന്ത് വേണമെങ്കിലും പറയാമല്ലോ, തെറ്റ് അവരുടെ വായാണല്ലോ അത്. ശരിക്കും അവർ തരുന്ന ഡേറ്റ നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ എന്താ വിചാരിച്ചത് അവര് എണ്ണീട്ട് വന്നത്? അങ്ങനെയല്ല, ഞാൻ എണ്ണീട്ടൊന്നുമില്ല, അത് മൊത്തം നുണതായിരിക്കും.
അവര് പറയുന്നത് കള്ളം പറയുന്നതിൽ മുൻനിരയിലാണ് കേജ്രിവാൾ. ശരി, ഞാൻ ഇൻവൈറ്റ് ചെയ്തേക്കാം നിങ്ങളെ അങ്ങോട്ട്. നിങ്ങൾ നിങ്ങളുടെ ചാനൽ മൂലം അമിത്ഷയ്ക്ക് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കൂ. ഞാൻ, അമിത്ഷാ 3 പേർക്ക് നമുക്ക് സ്കൂളിലോട്ട് പോവാം. ആ സ്കൂൾസിലൊക്കെ എത്ര ലെവലിലോട്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ലോകം മുഴുവനും കാണുന്നതാ. ഇന്ന് ഡൽഹിയിലുള്ള സ്കൂൾസിലൊക്കെ ഏർപ്പെട്ട മാറ്റമെന്ന് വെച്ചാൽ ഇത് ഈ നാടിനായിക്കോട്ടെ, ഈ ലോകത്തിനായിക്കോട്ടെ, ഇതൊരു കേസ് സ്റ്റഡി ആയിരിക്കും. ഡൽഹിയിൽ ഹെൽത്ത് സെക്ടറിൽ റീഫോം വന്നിട്ടുണ്ട്. ഒരുപാട് മൊഹല്ല ക്ലിനിക്സ് വന്നു. ആ ക്ലീനിങ്സ് ഒക്കെ നോക്കാനായിട്ട് കോഫി അണ്ണാൻ അവിടുന്ന് വന്നിരുന്നു. നോർവേയിലുണ്ടായിരുന്ന ഫോർമർ പ്രൈം മിനിസ്റ്റർ പോലും ഇത് കാണാൻ വന്നു ഇവിടെ. UN എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മൊഹല്ല ക്ലിനിക്കിന്റെ മോഡൽ വളരെ രസമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ ലോകം മുഴുവനും അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 2 കോടി ജനങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2 കോടി പേഷ്യൻസ്, 5 കോടി പേഷ്യൻസ് ആണ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും നഡ്ഡ സാർ അപ്ലോഡ് ചെയ്തിരുന്നു. അതും തെറ്റാണ്. അദ്ദേഹം ഒരു ചെറിയ പണി പറയുന്നു മൊഹല്ല ക്ലിനിക് അൺഹൈജീനിക് ആണ്, അതിനടുത്ത് പോയി യൂറിനേറ്റ് ചെയ്യുന്നു, നാറ്റം അടിക്കുന്നു പറഞ്ഞു. അതായത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1.5-2 വർഷത്തിന് മുൻപ് മൊഹല്ല ക്ലിനിക്സ് ഒക്കെ കെട്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തില്ല. അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഏകദേശം 6-7 മാസം എടുത്തു. അതുവരെ ആ ബിൽഡിങ്സ് കാലിയായിരുന്നു. ആ സമയത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് എല്ലാവരും വന്നതിന് ശേഷം റീഫർബിഷ് ചെയ്തു. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നഡ്ഡ സാർ ഓൾറെഡി ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നില്ലേ? ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. അദ്ദേഹം തന്റെ ട്വീറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഡൽഹിയിലുള്ള ഹോസ്പിറ്റലുകളിൽ CT സ്കാൻ മെഷീനുകളില്ല, എക്സ്റേ മെഷീനുകളില്ല, ഓപ്പറേഷൻ നടക്കുന്നില്ല, മരുന്നുകൾ ഒന്നും തന്നെയില്ല, ബാൻഡേജ് പോലും ഇല്ല. പിന്നെന്തിനാണ് ഹോസ്പിറ്റൽ? നിങ്ങൾ എന്റെ ഒപ്പം വരും, ഞാൻ കാണിച്ചു തരാം. അത് ഡൽഹിക്കകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലും ഉണ്ട്, പിന്നെ ഡൽഹി ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലും ഉണ്ട്. രണ്ടും ഇവിടെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ വ്യത്യാസം കണ്ടെത്തും? ഇത് സെൻട്രൽ ആണ്, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലാണ്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും പൊക്കോളൂ. ആ ഹോസ്പിറ്റൽ എല്ലാം ഫ്രീ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പിന്നെ മരുന്നും ഗുളികയും ഫ്രീ ആയിട്ട് കിട്ടിയാൽ ജന്നാലകൾ തുറന്നിരുന്നാൽ അത് ഡൽഹി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന ആശുപത്രിയിലോട്ട് പൈസ കൊടുക്കേണ്ട വന്നാൽ, ട്രീറ്റ്മെന്റിന്, ടെസ്റ്റിന്, മരുന്നിന്, ഗുളികയ്ക്ക് എല്ലാത്തിനും പൈസ കൊടുക്കേണ്ടത് വന്നാൽ അതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ചിലർ എഴുതിയിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ പോയാണെങ്കിൽ ഡോക്ടേഴ്സ് മരുന്നും ഒന്നും ഇല്ലെന്നാണ് പറയാറുള്ളതെന്ന്. ഇല്ല, അങ്ങനെയല്ല, അതിനൊരു ചാൻസും ഇല്ല. ഞാൻ പേഴ്സണലി ആസ് എ ചീഫ് മിനിസ്റ്റർ ഓരോ മൺഡേയും 11 മണിക്ക് ഡൽഹി ഗവൺമെന്റിലുള്ള ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ടുകൾ, മെഡിക്കൽ സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെ ഹോസ്പിറ്റൽസ് ഏതൊക്കെ മരുന്നും ഗുളികയും ഒക്കെ അവൈലബിൾ ആണോ അതോ ഇല്ലയോ, അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും തെളിവായിട്ട് ഞാൻ ചോദിച്ചിരിക്കും. ഓക്കെ, താങ്കളുടെ മാനിഫെസ്റ്റോയിൽ ഒരു വാഗ്ദാനമുണ്ട് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച്. ഞാനത് വായിച്ചു നോക്കി. ഇതിൽ താങ്കൾ എഴുതിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വരികയാണെങ്കിൽ എല്ലാ ജനങ്ങളുടെയും കറണ്ട് ബില്ല് പകുതിയായിട്ട് കുറയ്ക്കുമെന്ന്. ഇപ്പൊ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ? ആർക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ? EB ഇപ്പൊ ഫ്രീ ആയി എല്ലാവർക്കും. അല്ല, 200 യൂണിറ്റ്സ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിൽ ഏകദേശം 72% ജനങ്ങൾക്ക് EB ഫ്രീ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് മനോജ് തിവാരി സാർ വന്നപ്പോ ഈ ബില്ല് നൽകിയിട്ട് പോയി. അദ്ദേഹത്തിന്റെ അടുത്ത് ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ 2 മാത്രം വാങ്ങിച്ചു വെച്ചു. 35 യൂണിറ്റ് EB ബിൽ, പക്ഷേ 40 രൂപ വാങ്ങിച്ചിരിക്കുന്നു. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ സാധ്യതയില്ല, കാരണം പിന്നിൽ താങ്കളുടെ ഫോട്ടോ ഉണ്ട്. രണ്ടാമത്തേതിൽ പിന്നിൽ താങ്കളുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നു. അതെയോ? അപ്പോൾ ഉറപ്പായിട്ട് ഇതിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതർവൈസ് ഇവിടെയുള്ള എല്ലാവരും ഇതിനൊരു സാക്ഷിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇവിടെ 0 ബില്ല് വരുന്നതിന് ജനങ്ങൾ തന്നെ ഒരു സാക്ഷിയാണ്. ഇത് ഞാൻ ചെക്ക് ചെയ്യാം. നിങ്ങളൊരു ഫോട്ടോ കോപ്പി തന്നാൽ ഞാൻ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കും. ഇതുപോലെ ധാരാളം ബിൽസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത്രയും ബിൽസ് കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് 1-2 മാത്രമേ ഞാൻ വാങ്ങിച്ചു വെച്ചുള്ളൂ. ഇല്ല, ഒരുപക്ഷെ ഇത് ഒരു സീരീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിരിക്കും ചെറുതായിട്ട്. തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരാം. ഇപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിലേക്ക്. താങ്കൾ എല്ലാവർക്കും കുറഞ്ഞ റേറ്റിൽ വെള്ളം ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് എല്ലാവർക്കും ലഭിച്ചില്ല. 20,000 ലിറ്റർ വരെ വെള്ളം ഫ്രീ ആണ്. ഇപ്പോൾ ആ വെള്ളത്തിനെക്കുറിച്ച് അമിത്ഷാ എന്താ പറയുന്നതെന്ന് അറിയാവോ താങ്കൾക്ക്? എന്താണ്? 31 നഗരങ്ങളിൽ വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഴുക്കുള്ള വെള്ളം ഡൽഹിയിലേതാണെന്ന്. ഇത് പിന്നെ ഞാൻ ടേക്ക് ഓവർ ചെയ്ത സമയത്ത് ഡൽഹിക്കകത്ത് വെള്ളം സെക്ടറിന്റെ ഒരവസ്ഥ വളരെ മോശമായിരുന്നു. 70 വർഷത്തിന് ഗ്യാപ്പിലാണ് അവർ ഈ കടലിൽ ഇത്ര ചേഞ്ചസ് കൊണ്ടുവന്നത്. എവിടെയാണോ അഴുക്ക് വെള്ളം വരുന്നത് അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞതാ. 2003 സെക്ടർ ഉണ്ടായിരുന്നു, 2300. അവിടെയൊക്കെ അഴുക്ക് വെള്ളമായിരുന്നു. ചില സ്ഥലത്ത് സീവറിലൊക്കെ അത് മിക്സ് ആവുന്നു, ചിലയിടത്ത് പൈപ്പ് ലൈനിൽ ലീക്കേജസ് ഉണ്ട്, ചിലയിടത്ത് ലോ പ്രഷറാണ്. ഞങ്ങൾ ആ 2300 ഒഴിച്ച് എല്ലാം കൂടെ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പൈപ്പ് ലൈനും ശരിയാക്കിയിട്ട് ഇപ്പോൾ ആ 100 മാത്രം കണ്ട് ബാക്കിയുണ്ട്. അവിടെ മാത്രമാണ് വെള്ളം ഇച്ചിരി അഴുക്കായിട്ട് വരുന്നത്. അതും ഞങ്ങൾ പതിയെ മാറ്റുന്നുണ്ട്. അതിനുള്ള സ്റ്റേറ്റസ് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്.
ഈ ഒരു 1.5 വർഷത്തിനിടയ്ക്ക് തന്നെ എല്ലാം കൂടെ ശരിയാക്കിയേക്കും. അതിനിപ്പുറം എല്ലാ ഡൽഹിക്കും നല്ല വെള്ളം ഉറപ്പായിട്ടും കിട്ടും. അതിനിപ്പുറം അവർ ഡൽഹിയിൽ ശരിക്കും 11 മാത്രമേ സാമ്പിൾസ് എടുത്തുള്ളൂ. ആ 11 സാമ്പിൾസും എവിടെയൊക്കെയാണോ അഴുക്ക് വെള്ളം മാത്രം വരുന്നത് അവിടെ തന്നെ പോയി അവർ തേടിയെടുത്തു. അപ്പൊ ഇതൊരു സ്കെയർ ക്രിയേറ്റിംഗ് അല്ലേ? മാനിഫെസ്റ്റോയിൽ താങ്കൾ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. 5 വർഷത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറും വെള്ളം വന്നില്ലെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ 2 മണിക്കൂറെങ്കിലും വെള്ളം ലഭിക്കും, ശുദ്ധമായ വെള്ളം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറോളം വരും. നല്ല ഫ്രഷ് വാട്ടർ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2300 വരെ അങ്ങനെയായിരുന്നു. ഇപ്പം അത് 100ആയി. അത് ഞാനൊരു 1.5 വർഷത്തെ ക്ലിയർ ആക്കും. അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അമിത്ഷായുടെ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഡൽഹി ജൽ ബോർഡിൽ മുമ്പ് 22 കോടി രൂപ നഷ്ടമാണെന്ന് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ ചെയർമാനായതിനു ശേഷം 800 കോടിയാണ് നഷ്ടം. ഈ ഫിഗറൊക്കെ എവിടുന്നവർക്ക് കിട്ടുന്നതെന്ന് അറിയുന്നില്ല. ഇവർ പറയുന്ന ഫിഗറൊക്കെ ദൈവത്തിനെ അറിയാൻ പാടുള്ളൂ. അവർ പറയുന്നൊന്നും ദൈവം ഇത് വിശ്വസിച്ചേക്കല്ലേ. BJP എന്ന് പറയുന്നത് തന്നെ ഒരു നുണയുടെ ഫാക്ടറി അല്ലേ. താങ്കൾ ഡൽഹി മുഴുവനും 10-15 ലക്ഷം CCTV ക്യാമറകൾ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ മുഴുവൻ ഡൽഹിയിലും CCTV ക്യാമറ ഫിക്സ് ചെയ്യാന്നാ പറഞ്ഞേ. CCTV ക്യാമറ ഫിക്സ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. 1.5 ലക്ഷം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1.5 ലക്ഷം ഓൺ പ്രോസസ്സാണ്. ടോട്ടൽ 3 ലക്ഷമാണ്. അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ നമ്പേഴ്സിൻ്റെ കണക്കിലോട്ട് പോകുന്നില്ല. ഡൽഹിയിൽ ഓരോ മൂലയിലും CCTV ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ട് 30 ലക്ഷം ക്യാമറ വേണമെങ്കിലും ഞാൻ ഫിക്സ് ചെയ്തിരിക്കും. ഞാനത് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാണ്ടിരിക്കട്ടെ. അതിൻ്റെ ഒപ്പം മറ്റൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, എവിടെയൊക്കെയാണ് CCTV ക്യാമറാസ് ഫിക്സ് ചെയ്തേക്കുന്നത് അവിടെയൊക്കെ ക്രൈം റേറ്റ്സ് കുറഞ്ഞു. അതുപോലെ ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഈ വാർഡിലുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞത്, അതായത് അവരുടെയൊക്കെ തെരുവിൽ ഓരോ ആൾക്കാർ കുടിച്ചിട്ട് ഇതിനു മുമ്പ് പിള്ളേരൊക്കെ വഴക്കിടുവെന്ന്. അതൊക്കെ CCTV ഇട്ടതിന് ശേഷം ഒരുപാട് മാറി. ചീട്ടുകളിയൊക്കെ മാറിയിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ വെച്ച് നമുക്ക് ഒരുപാട് പറയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. BJP ലീഡേഴ്സിന്റെ വാക്കുകൾ ഞാൻ കേട്ടു. അവർ പറയുന്നത് 1.5 ലക്ഷം ക്യാമറകൾ എന്ന് താങ്കൾ പറയുന്നില്ലേ, അതിൽ 1 ലക്ഷം ക്യാമറകൾ മോദിജിയാണ് ഫിക്സ് ചെയ്തതെന്നാണ് അവർ. അതായത് ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യമാണെങ്കിലും ഒരു ക്രെഡിറ്റ് എടുത്തോണ്ടു. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ടൊരു കാര്യം പറയാം. കുറച്ച് ദിവസത്തിന് മുമ്പ് അമിത്ഷാ ലാജ്പത് നഗറിലോട്ട് വന്നായിരുന്നു. ലാജ്പത് നഗറിന്റെ സ്റ്റേജിൽ കയറി അദ്ദേഹം പറഞ്ഞേക്കുക, കേജ്രിവാൾ പറഞ്ഞേക്കുവാണ് ഞാൻ എല്ലായിടത്തും CCTV ഫിറ്റ് ചെയ്തേക്കും, നിങ്ങൾ പറഞ്ഞ പോലെ 15 lakhs ക്യാമറ ഞാൻ ഫിറ്റ് ചെയ്യുമെന്നും. അദ്ദേഹം ടോർച്ച് അടിച്ച് നോക്കിയിട്ട് പോലും ഒരു ക്യാമറ അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ടില്ലെന്ന്. പക്ഷെ 1.5 ലക്ഷം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് CCTV ക്യാമറസ് ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ കേട്ടല്ലോ അല്ലേ? CCTVs എല്ലായിടത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെ, ചില സ്ഥലത്ത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ 1.5 ലക്ഷം കഴിഞ്ഞു. നിങ്ങൾ ബൈ ചാൻസ് നോക്കുവാണെങ്കിൽ അദ്ദേഹം ഏത് സ്റ്റേജിലാണ് നിന്ന് സംസാരിച്ചത് അതിന്റെ മേലെയാണ് 3 CCTV ക്യാമറ വെച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന RWന് ദേഷ്യം വന്ന് CCTV ക്യാമറയിലെല്ലാം റെക്കോർഡ് ചെയ്ത് അടുത്ത ദിവസം തന്നെ അമിത്ഷാക്ക് എല്ലാം അയച്ചു കൊടുത്തു. ഏത് സ്റ്റേജിന്റെ അടുത്താണോ നിന്ന് സംസാരിച്ചത് അവിടെ തന്നെ ക്യാമറ ഉണ്ടെന്ന്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മോദിജി നൽകിയ പണത്തിലാണ് അതെല്ലാം ചെയ്തതെന്നാണ്. ഇല്ല, ഇതുവരെ മോദിജി CCTV ക്യാമറയ്ക്ക് വേണ്ടി ഒറ്റ രൂപ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ ഡൽഹിയിൽ CCTV ക്യാമറ ഫിക്സ് ചെയ്യണം, അത് നിർഭയ ഫണ്ടിൽ നിന്ന് തരാനാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം തന്നില്ല. ഞാൻ ബസ്സിൽ ക്യാമറ ഫിക്സ് ചെയ്യണം, നിർഭയ ഫണ്ടിൽ നിന്ന് എടുത്ത് തരാൻ പറഞ്ഞിട്ടും തന്നില്ല. 1 രൂപയും അദ്ദേഹം തന്നില്ല, ഒരു ക്യാമറയും അദ്ദേഹം ഫിക്സ് ചെയ്തിട്ടും ഇല്ല. പക്ഷെ ഇപ്പോഴും ഈ കാലം പോയിട്ടില്ലല്ലോ. 3 ലക്ഷം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, 3 ലക്ഷം അദ്ദേഹത്തിനോട് ഇടാൻ പറ. ഒരുമിച്ചാണ് പണിയെടുക്കണ്ടേ. ഡൽഹി ഞങ്ങൾക്കും സ്വന്തമാണ്, അദ്ദേഹത്തിന് സ്വന്തമാണ്. ഡൽഹി എല്ലാവർക്കും ഉള്ളതാ. ഡൽഹിയിൽ നല്ല രീതിക്ക് എത്രത്തോളം CCTV ഫിക്സ് ചെയ്യണമെന്ന് താങ്കൾ കരുതിയോ അത്രത്തോളം ഫിക്സ് ചെയ്യാൻ സാധിച്ചില്ല? ഇല്ല, അങ്ങനെയല്ല. മുഴുവൻ ഡൽഹിക്ക് എത്രയാണോ ആവശ്യമുള്ളത് 3 ലക്ഷത്തിന് ശേഷം ഏതൊക്കെ സ്ഥലത്ത് ഇനിയും ആവശ്യമുണ്ടോ അതൊക്കെ ഞങ്ങൾ പോയി ശ്രദ്ധിക്കും. അതും പോയി ഞങ്ങൾ നോക്കി ഫിക്സ് ചെയ്യും. ഈ 10 ലക്ഷം 15 ലക്ഷം ഫിഗർ എവിടെ നിന്നാണ്? അത് ആരാണോ ക്രിയേറ്റ് ചെയ്ത് ഇതുവരെ അറിയില്ല. അവരുടെ തന്നെ ചോദിക്കുക. അവരുടെ തന്നെ അടുത്ത പ്രാവശ്യം ഈ പ്രോഗ്രാമിലോട്ട് വരാൻ പറയൂ. അവർ മറ്റൊരു ചോദ്യവും ചോദിക്കുന്നുണ്ടായിരുന്നു. വൈഫൈ വാഗ്ദാനം ചെയ്തിരുന്നു. ഞാനും ഇലക്ഷന്റെ സമയത്ത് അത് വായിച്ചിരുന്നു. ഡൽഹി മുഴുവനും വൈഫൈ ഫ്രീ ആയിട്ട് നൽകും. പണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. വളരെ ലേറ്റ് ആയിട്ടാണ്. അതെ, കുറച്ച് ലേറ്റായി. ഇത്രയും പണിയൊക്കെ എല്ലാം കൂടെ തീർത്തിട്ട് വരുമ്പോഴേക്കും 5 വർഷം എടുക്കൂലേ? അതിനായിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് വൈഫൈ ഞങ്ങൾ ഇട്ടു. ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്കത്. ഒരു കാര്യം ഇലക്ഷൻ ഇഷ്യൂ ആയിട്ട് മാറിയില്ല, പക്ഷേ ജനങ്ങളെ വളരെയധികം ഹേർട്ട് ചെയ്തു. അതായത് ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ച്. ഡൽഹിയിലെ കാറ്റിൽ വിഷമുണ്ട്. പക്ഷെ ജനങ്ങളുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ 5 വർഷമായിട്ട് താങ്കളാണ് ഭരിക്കുന്നത്, പക്ഷെ താങ്കൾ അത് ശ്രദ്ധിക്കുന്നില്ല. ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റാസ് തരാം. ഞങ്ങൾ ഭരണത്തിൽ വന്ന സമയത്ത്, അതായത് അന്ന് തൊട്ട് 2015 അതായത് 2019 വരെ ഡൽഹിയിലെ പൊല്യൂഷൻ 25% കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിൽ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഇതിലൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ കൂടിയിട്ടില്ല. കൂടുന്നതിന് പകരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? അതിനൊരു 3-4 കാരണം ഉണ്ടാവണമല്ലോ. ആദ്യത്തെ കാരണം, ആദ്യമൊക്കെ ഡൽഹിയിൽ ഒരുപാട് കറണ്ട് പൊയ്ക്കൊണ്ടിരുന്നു.
അതായത് പവർ കട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും മറ്റേ ഹോണ്ടയുടെ ജനറേറ്റർ റെഡ് കളറിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം മാറ്റി കളഞ്ഞു. കാരണം ഇപ്പം ഡൽഹിയിൽ എല്ലാ സ്ഥലത്തും എപ്പോഴും കറണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ പൊല്യൂഷൻസ് കുറഞ്ഞു. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റിൽ ഞാൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് നൽകാം, അതായത് ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ നൽകിയിരിക്കും. സെൻട്രൽ ഗവൺമെന്റിൽ ഈസ്റ്റ് വെസ്റ്റ് പെരിഫറൽ ഡൽഹിയുടെ 4 സൈഡിലോട്ടും, അതായത് 4 സൈഡിൽ റിംഗ് റോഡ് അവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മുൻപൊക്കെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ആ സ്റ്റേറ്റിലോട്ട് പോകാനായിട്ട് യു പിയിൽ നിന്ന് ഹരിയാന ടോ യു പിയിലോട്ട് ഒരു ട്രക്ക് പോകും. ഏകദേശം 40,000 തൊട്ട് 50,000 ട്രക്കാണ് ഒരു ദിവസം പോയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് പൊല്യൂഷൻ നല്ലപോലെ കുറഞ്ഞു. ഡൽഹിക്കകത്ത് ഞങ്ങൾ ഒരുപാട് മരം നട്ടിട്ടുണ്ട്. ഏകദേശം 1100 ഏക്കറിലാണ് ഈ മരമൊക്കെ നട്ടത് ഞങ്ങൾ. അതിൽ നിന്ന് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സ്റ്റെപ്സ് ഞങ്ങൾ എടുത്തു. എന്നാലും ഇനിയും ഞങ്ങൾ ഒരുപാട് സ്റ്റെപ്സ് എടുക്കാനിരിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിൽ ഇനിയും പൊല്യൂഷൻ കുറഞ്ഞിരിക്കണം. അതായത് ജനങ്ങൾ വെറും തമാശയായിട്ട് പറയുന്ന കാര്യമാണ്. ആദ്യം കേജ്രിവാളാണ് ചുമച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഡൽഹിയിലുള്ള ജനങ്ങൾ മൊത്തം ചുമയ്ക്കാൻ തുടങ്ങിയെന്ന്. ഇല്ല, അങ്ങനെയല്ല. കുറച്ച് ചുമ കുറഞ്ഞിട്ടുണ്ട്. അതായത് 25% കുറഞ്ഞിട്ടുണ്ട്. 25% പറ്റുന്ന അളവിന് എല്ലാവരും ചുമ കുറച്ചു ഞങ്ങൾ. ശരി, ജനങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഭരണം വന്നതിന് ശേഷം ഡൽഹിയിൽ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. വാട്ടർ, അതായത് വെള്ളവും ഫ്രീ ആയിട്ട് കിട്ടുന്നു. മാത്രമല്ല ബസ്സിന്റെ യാത്രാ നിരക്കും വളരെയധികം കുറച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഫ്രീ ആയിട്ടുമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലെ ജനങ്ങൾ അവരും ഡൽഹിയിലേക്ക് വരും. പിന്നെ അവർ വീട് വെച്ച് ഇവിടെ തന്നെ താമസിക്കാനും തുടങ്ങും. ഇപ്പോൾ തന്നെ പോപ്പുലേഷൻ കൂടുതലാണ്. ഒരുപക്ഷെ ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെ അവരെ നിയന്ത്രിക്കാൻ പറ്റും? ഒരുപാട് പേര് ഇങ്ങോട്ട് വരും എന്നുള്ള കാരണം കൊണ്ട് ഡൽഹി നന്നാക്കരുതെന്നാണോ നിങ്ങൾ പറഞ്ഞേ? ഡൽഹി ഒരുപാട് നല്ല മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു നാടാണ്. നാട് നീളമുള്ള എല്ലാ നല്ല മനുഷ്യരും ഇങ്ങോട്ട് വരാൻ തയ്യാറാവട്ടെ. ഡൽഹി ഒരു മിനി ഇന്ത്യ അല്ലേ?